ഹിച്ചക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു ബ്ലോഗറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാമറ എന്ന് ഞാൻ പറയുന്നത്. നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ റീസെൻ്റ്ലി സോണി അവരുടെ ഒരു പുതിയ ക്യാമറ ലോഞ്ച് ചെയ്തു. അതായത് ഈ ജൂലൈ 27 അവർ ക്യാമറ ലോഞ്ച് ചെയ്തു. ആൽഫ സീരീസിലുള്ള സോണി ZV E10 എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്. വ്ളോഗർമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സോട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത്. അപ്പോൾ ബഹറിൽ ഈ ക്യാമറ ലോഞ്ച് ചെയ്തു. ഈ ക്യാമറ വന്നു. ഇതൊരു 5 ക്യാമറയാണ് ഇത് പ്രീ ഓർഡർ ചെയ്തിരുന്നത്. അതിൽ 5ാമത്തെ ക്യാമറ നമ്മുടേതായിരുന്നു. എനിക്കൊന്നും മലയാളീസിൽ ഇവിടെ ആദ്യമായി ക്യാമറ എടുക്കുന്നത് ഹിച്ചക്കിങ്ങിൻ്റെ ചാനലിലായിരുന്നു. എന്താണ് നമ്മൾ ഈ ക്യാമറ നോക്കിയിരിക്കുന്നു. ഇതിന് മുന്നേ ZV1 എന്ന് പറഞ്ഞൊരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ZV E10 എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആയിരിക്കും നമ്മളിത് വീഡിയോയിലൂടെ തരുന്നത്. നിങ്ങൾക്കറിയാലോ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചാനലിൽ നിന്നിട്ട് ഈ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്ളോഗേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ അത് ഈ ഒരു വ്ളോഗർ എന്ന നിലയിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ZV E10 എന്ന് പറയുന്ന സോണി ക്യാമറയാണ് നമ്മളിന്ന് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ നമുക്ക് ഈ ക്യാമറ അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബാക്കി വിഷ്വൽസ് അതിൽ കൂടെ കണ്ടറിയാം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അകത്തിരുന്നാണ് നമ്മുടെ ഇൻട്രോ ചെയ്തത്. നൈസായിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മളൊരു കഫേയുടെ അകത്ത് വന്നിട്ടാണ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ അകത്ത് ചെറിയൊരു സോഫ്റ്റ് മ്യൂസിക് പോകുന്നുണ്ട്. അപ്പോൾ വെറുതെ കോപ്പിറൈറ്റ് അടിച്ച് ചാനലിൽ പൊട്ടിക്കേണ്ടല്ലോ എന്ന് എഴുതി നേരെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. അവരുടെ ആൽഫ സീരീസുള്ള അതിൻ്റെ സിമ്പിളും കാര്യങ്ങളും. ഇതാണ് ക്യാമറ സോണി ZV E10. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ഇതിൻ്റെ അകത്ത് കിട്ടിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് അവരുടെ മാനുവൽ കാറ്റലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പേപ്പറും വർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് അവരുടെ ചാർജർ വരുന്നുണ്ട്. ഇതാണ് ചാർജർ തന്നെ 3 ടൈപ്സ് വരുന്നുണ്ടല്ലോ. എല്ലാ ടൈപ്പിലുള്ള പിൻ വരുന്നുണ്ട്. പിന്നെ C പോർട്ടിലുള്ള USB ഡേറ്റ കേബിളാണ് വരുന്നത്. C പോർട്ടാണിത്, കണ്ടില്ലേ. പിന്നെ അതുകൂടാതെ തന്നെ ചാർജർ വേറെ 2 രീതിയിലുള്ള മോഡലും വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിലാണെങ്കിലും എല്ലായിടത്തും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. ബാറ്ററിയാണ്, ഇത് ചാർജറാണ്. ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി അല്ല. ബാറ്ററി സെപ്പറേറ്റ് നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ലാസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാമറയാണ്. ക്യാമറ ഇങ്ങനെ ഒരു പാക്കറ്റിനാണ് തന്നെ വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറ സോണി ZV E10. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അത്യാവശ്യം എന്നാലും ചെറിയൊരു വെയിറ്റ് ഉണ്ട്. ഇത്രയെങ്കിലും വെയിറ്റ് വേണം നമ്മളെ ക്യാമറ കൈ പിടിക്കുമ്പോൾ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗ്രിപ്പ് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് കൈക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രിപ്പ് പോലെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഗ്ലേസ് താഴെ പോകത്തൊന്നുമില്ല. അത് തന്നെയല്ല, ഈ 2 സൈഡിലും നമുക്ക് ഒരു നമ്മൾ കഴുത്തിലൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇതുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല എന്തായാലും. കാരണം നമുക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്നുകിൽ ട്രൈപോഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രിപ്പിൽ അതിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്രിപ്പ് വരുന്നുണ്ട്. ആ ഗ്രിപ്പ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഗ്രിപ്പ് നമുക്ക് വേറെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചബിൾ ലെൻസാണ് ZV E10 വരുന്നത്. ഇതിന് മുന്നേ വന്നത് ZV1 എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചബിൾ അല്ലായിരുന്നു. അതായത് ആ ഒരു ലെൻസ് നമുക്ക് ആ ക്യാമറയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും അതിനകത്ത് നടക്കത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. കാരണം നമ്മൾ വലിയ രീതിയിൽ പൈസ മുടക്കിയിട്ട് പിന്നെ ഫ്യൂച്ചറിലേക്ക് ലെൻസ് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ നെഗറ്റീവ് ആയിരുന്നു അവിടെ. അപ്പോൾ പക്ഷേ സോണി ഇത്തവണ അത് പുതിയ വെർഷൻ ഇറക്കിയപ്പം അതും ക്ലിയർ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 60 to 50 mm വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസ്, ഇതിൻ്റെ ഒരു കിറ്റ് ലെൻസാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ നമുക്കത് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതാണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ നമുക്ക് വേറെ ഏത് കമ്പനിയുടെ ക്യാമറയിൽ വല്ല അവരുടെ ലെൻസും നമുക്ക് ഇതിനകത്ത് E-mount വഴി, അത് ആൽഫ സീരീസിലുള്ളതാണ്, E-mount വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഓൾറെഡി ക്യാമറ ഉണ്ട്. ഇനി എനിക്ക് ഫ്യൂച്ചറിലേക്ക് ക്യാമറാസ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെൻസ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെൻസ് മാത്രം വാങ്ങിച്ചാൽ മതി. അതിപ്പോൾ ഏത് കമ്പനി ആണെങ്കിൽ പോലും എനിക്കത് E-mount ത്രൂ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമുക്കത് റിമൂവ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലോട്ട് തിരിക്കണം. പിന്നെ അതേപോലെ ഈ വൈറ്റ് കറക്റ്റ് വന്നിട്ട് വേണം തിരിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ സൗണ്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർചേഞ്ചബിൾ ലെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ വ്ളോഗർമാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൈക്കാണ്. അപ്പോൾ നമുക്ക് മൈക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു കാര്യം പരിചയപ്പെടുത്തില്ല. ഇത് വിൻഷീൽഡ് എന്നാണ് പറയുന്നത്. ഇത് ക്യാമറയുടെ ബോക്സിനകത്ത് തന്നെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാറ്റടിക്കുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഈ ഒരു മൈക്ക് വിൻഷീൽഡ് ഉള്ളതുകൊണ്ട് അതെല്ലാം ആ നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്യുവർ നമ്മുടെ ഒറിജിനൽ വോയിസ് മാത്രമേ ക്യാമറയിലേക്ക് റെക്കോർഡ് ആവത്തുള്ളൂ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഈ ജാക്ക് നോക്കാം. ഇതിനകത്ത് ഒരു സി പോർട്ടാണ് വരുന്നത്, USB C പോർട്ടാണ് വരുന്നത്. അതല്ലാതെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ചെറിയ HDMI ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഓക്സ് കേബിളിനുള്ളതും അതേപോലെ മൈക്കിനുള്ളതും ഒരു പോർട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മൈക്കിന് വേണ്ടിയിട്ടും അതേപോലെ സി പോർട്ടിന്. ഇതുവഴി ഈ ഒരു കേബിൾ വഴി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമറ. എന്നിട്ട് നമുക്ക് ലൈവ് സ്ട്രീമിങ്ങും പറ്റും. നമുക്കിപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലെല്ലാം നമുക്ക് ലൈവ് സ്ട്രീമിങ്ങും ഈ ക്യാമറ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു സ്ക്രീൻ ഫ്ലിപ്പ് സ്ക്രീൻ എന്ന് പറഞ്ഞ സ്ക്രീൻ വരുന്നുണ്ട്. അതായത് കണ്ടില്ലേ, ഈ ഒരു സ്ക്രീൻ നമുക്ക് 360 ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം നമ്മളിപ്പോൾ ഒരു വ്ളോഗറിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ നോക്കി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു സ്ക്രീൻ നമുക്ക് ഫ്രണ്ട് സൈഡിൽ അതേപോലെ കാണും. തിരിച്ച് ബാക്ക് സൈഡിൽ നിന്നാണെങ്കിൽ ബാക്ക് സൈഡിലും കാണാം. ഇനി അതല്ല, നമുക്ക് ഫോട്ടോ മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടും കാണാൻ പറ്റും. ഇവിടെ അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ രീതിയിലും തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. നമ്മളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് അറിയാൻ പറ്റാതെ പോകും നമ്മുടെ ഫേസ് കവർ ആവുന്നുണ്ടോയെന്നൊക്കെ. അപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് പിന്നെ പോയി ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഇനി ക്യാൻസൽ ആവും. നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അത് കൂടാതെ ബാക്കി വരുന്ന ബട്ടൺസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഈ വിൻഷീൽഡ് ഒന്ന് റിമൂവ് ചെയ്യുവാണേ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നോർമലി ഇതാണ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ വരുന്നത്. ഇവിടെയാണ് ഓൺ ആൻഡ് ഓഫ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു ബട്ടൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ, വീഡിയോ, അതേപോലെ സ്ലോ മോഷൻ അല്ലെങ്കിൽ ക്വിക്ക് മോഷൻ നമുക്ക് ഈ ഒരു ഒറ്റ ബട്ടണിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ക്യാമറയുടെ അകത്ത് സെറ്റിങ്സിൽ പോയിട്ട് അവിടുന്ന് ചെയ്യേണ്ടതായിട്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഒറ്റ ബട്ടണിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണിത്. അത് ഓൺ ആൻഡ് ഓഫ് ആണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യും റെക്കോർഡിങ് സമയത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും റെക്കോർഡിംഗ് ആണെന്നുള്ളത്. അതുകൂടാതെ തന്നെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു സ്ക്രീനിന് ചുറ്റിനും ഒരു റെഡ് ഔട്ടർ ലൈൻ വരും. അതും ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ബ്ലർ ചെയ്യാനുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ മാത്രം പ്രസ് ചെയ്താൽ മതി. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവും, നമ്മുടെ ഫേസ് മാത്രം ഫോക്കസ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് നോർമലി ഉള്ള പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതും അതേപോലെ സൂമിൻ്റെ ഔട്ടിലുള്ള ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഇവിടുന്ന്. ബാക്കിയെല്ലാം നോർമലാണ്. മെനു ഉണ്ട്, പിന്നെ ഒരു ഫംഗ്ഷൻ കീ ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഡിലീറ്റ് ബട്ടണും അതുപോലെ തന്നെ ഇത് മറ്റൊരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ കാര്യം ഞാൻ മുമ്പ് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക് വ്ളോഗ് നടത്തുന്നവരാണെങ്കിൽ പോലും അവർക്കൊക്കെ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് പോകും. അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത പ്ലേ ബട്ടൺ എടുത്ത വീഡിയോസും ഫോട്ടോസും കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുറമേ ഉള്ള കാഴ്ചകൾ. പിന്നെ ഞാൻ ബാറ്ററി കാണിച്ചില്ല അല്ലേ, ഇവിടെയാണ് ബാറ്ററി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് സൈഡിലേക്ക് ആക്കുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ബ്ലൂ ആ ഒരു ബട്ടൺ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ബാറ്ററി റിമൂവ് ആയിട്ട് വരും. കണ്ടില്ലേ, സോണിയുടെ തന്നെ ഒറിജിനൽ ബാറ്ററിയാണ്. അപ്പോൾ അത് കണ്ടില്ലേ,
അപ്പോൾ ഇത് ഒരു 2 hours നമുക്ക് 4K റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ 2 hours നമുക്ക് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഒരു ബാറ്ററി കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. തിരിച്ചിടുമ്പോൾ ജസ്റ്റ് ഇടുക, പ്രസ് ചെയ്യുക, കഴിഞ്ഞു. ഇങ്ങനെ ഇട്ടാൽ അടയില്ല അതൊരിക്കലും. സോ അടച്ചു കഴിഞ്ഞിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് മൗണ്ട് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഗ്രിപ്പിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സെൽഫി സ്റ്റിക്കോ അങ്ങനെ എവിടെയെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മളത് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേ ഉള്ള കാഴ്ചകൾ. നമുക്കിനി നൈസായിട്ട് ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് ബാക്കി കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് ഓപ്പണാക്കി നോക്കാൻ വേണ്ടി പോവാണ്, ഓണാക്കി നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെയാണ് ഓൺ ബട്ടൺ. അപ്പോൾ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ലെൻസ് പുറത്തേക്ക് തള്ളും. എന്നിട്ട് സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു വ്യൂ വന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഇത് മൂവ്മെൻറ്റ് കണ്ടായിരുന്നു, ഗ്രീൻ. അതായത് നമ്മുടെ വോയിസിൻ്റെയാണ്. ഈ മൈക്കിൽ ക്യാച്ച് ചെയ്യുന്ന വോയിസാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിൻഷീൽഡിലൂടെ വെക്കുന്ന സമയത്ത് ഇച്ചിരി നല്ല ഡീപ്പായിട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ബട്ടൺ ഞാൻ പറഞ്ഞു, കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു, റെക്കോർഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെക്കോർഡ് ഇപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, അതിന് ചുറ്റിനും ഒരു റെഡ് കളർ വരുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് റെക്കോർഡിംഗ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഇതിലൂടെ തന്നെ ഓഡിയോ എല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഇപ്പോൾ ക്യാമറ ഇപ്പോൾ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇതിൻ്റെ സ്ക്രീൻ ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്ക്രീൻ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ വ്ലോഗ് ചെയ്തത്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നല്ലൊരു നമുക്ക് ഡേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള ലൈറ്റൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അതിലേക്ക് ഫോക്കസ് പോകുന്ന കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് മാറ്റുന്ന സമയത്ത് എൻ്റെ ഫേസിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. അതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് അവർ ക്യാമറ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മെനുവും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫ്യൂച്ചറിലുള്ള അപ്ഗ്രേഡ്, നമ്മുടെ വീഡിയോസിനൊക്കെ ഫീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിവ്യൂസിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ വേറെ എന്താണ്, ഇത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വെർത്താണ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ ഒരിക്കലും നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇത് ചടിക്കേറി എടുത്തത്. നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഉറപ്പായിട്ട് ഇനി ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ബഹ്റൈൻ ദിനാർ 310 BD ആണ് ക്യാമറയ്ക്ക് മാത്രം. ഇതിൻ്റെ കൂടെ വരുന്ന ഗ്രിപ്പിന് 55 BD ആണ് വരുന്നത്. സോ ഗ്രിപ്പ് ഞാൻ എന്തായാലും എടുത്തില്ല. എൻ്റെ പഴയ ഇരിക്കുന്ന ആ ഒരു സ്റ്റിക്കിനകത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് പൈസ മുടക്കിയില്ല. ക്യാമറ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനിയും ഫ്യൂച്ചറിൽ എപ്പോഴേലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണമെങ്കിൽ ലെൻസ് അപ്ഗ്രേഡ് ചെയ്യാം. ഗോപ്രോ ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ എന്ന് പറഞ്ഞത് ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് ആയിരുന്നു. അത് നല്ലൊരു ക്യാമറ തന്നെയായിരുന്നു. അതിനകത്ത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറയാണ്. അതിലാണ് നമ്മളിപ്പോൾ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാമല്ലോ, ഗോപ്രോ ചില സമയത്ത് രാത്രികളിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. സോ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് നമുക്കൊരു ക്യാമറ വേണം. അതുകൂടാതെ തന്നെ ഒരു സൂമിംഗ് ലെൻസ് ഉള്ള ക്യാമറ ആണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം നോക്കി ഫ്യൂച്ചറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കി എടുത്ത ഒരു ക്യാമറയാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ വീഡിയോസിനും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഇതിൽ കൂടുതലായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ നിങ്ങളെ എല്ലാം കാണിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇത് ZV1 എടുക്കാനേക്കാളും നല്ലത് ZV E10 എടുക്കുന്നതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നുള്ള ദിവസങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ക്യാമറ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്തതാണ്. ഗോപ്രോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഗോപ്രോ ഒരുവിധം എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു.
മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആയിരുന്ന സമയമായിരുന്നു. അതേസമയം ഇങ്ങനെ ഈ ഒരു ക്യാമറ അങ്ങനെ ആരുടെയും കയ്യിൽ വന്നിട്ടില്ല, എന്നാൽ എല്ലാവരും ഒരുപാട് പേര് നോക്കി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മുടെ ആ ക്യാമറയിലൊന്ന് എടുത്ത് നോക്കാമെന്ന് കരുതി. നമ്മൾ ഇത്രയും ഗോപ്രോയിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ Sony ZV E10 ഔട്ട്പുട്ട് എന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് വെച്ച് ഇനി ഒരുപാട് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് സ്ഥലത്തേക്കൊക്കെ ഇനി പോകണം. അപ്പോൾ വ്യത്യസ്ത വീഡിയോകളും ഒരുപാട് പുതുമയുള്ള കാഴ്ചകളും അതിലുപരി നല്ല അടിപൊളി 4K വീഡിയോ ആയിട്ടൊക്കെ നമ്മളിനി വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.